വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരെ തേടിയുള്ള തെരച്ചിൽ 5-ാം ദിനം. ദുരന്തത്തിൽ ആകെ മരണം 361 ആയി. ഇനിയും കണ്ടെത്താനുള്ളത് 200-ലധികം പേരെ. 6 സോണായി തിരിച്ചുള്ള തെരച്ചിലിൽ 1374 സേനാംഗങ്ങൾ. രക്ഷാദൗത്യം അവസാന ഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം 3 രക്ഷാപ്രവർത്തകർ കുടുങ്ങി. ഒരാൾ സ്വയം രക്ഷപ്പെട്ടു. 2 പേരെ എയർലിഫ്റ്റിംഗിലൂടെ രക്ഷപ്പെടുത്തി സൈന്യം. കുടുങ്ങിയത് പോലീസ് നിർദ്ദേശം മറികടന്ന് പുഴ കടക്കാൻ ശ്രമിച്ചവർ. ദുരിതബാധിതർക്ക് ആശ്വാസമേകാൻ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ വയനാട്ടിൽ. സൈനികർക്കൊപ്പം ചൂരൽമലയും മുണ്ടക്കയും പുഞ്ചിരിമട്ടവും സന്ദർശിച്ചു. പുനരധിവാസത്തിന് മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി രൂപ നൽകും. പല യൂണിറ്റുകളുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ, അവർക്കൊക്കെ ഒരു നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം. രക്ഷാപ്രവർത്തകർക്കും അഭിനന്ദനം. ഇവിടെയൊക്കെ ഇരുന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും. എല്ലാത്തിനും കിട്ടും. ഒന്നുമില്ല സാറേ, എനിക്ക് പറയാൻ ഒന്നുമില്ല. ഇതിൽ കൂടുതൽ നമ്മളെന്തോ. ഉരുളെടുത്ത വെള്ളാർമല സ്കൂളിന് മുന്നിൽ നെഞ്ചു തകർന്ന് പ്രധാനാധ്യാപകൻ ഉണ്ണിമാഷ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സ്കൂൾ ഞങ്ങളുടെ അഹങ്കാരമായിരുന്നെന്ന് ഉണ്ണിമാഷ്. സ്കൂൾ പൂർണ്ണമായും മണ്ണെടുത്തു. 20 കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞു. 12 പേർ ഇപ്പോഴും കാണാമറയത്ത്. സ്കൂളിൽ തെർമൽ സ്കാനർ ഉപയോഗിച്ച് പരിശോധന. ചാലിയാറിലും തെരച്ചിൽ ഊർജിതം. ഇന്നത്തെ പരിശോധനയിൽ കണ്ടെത്തിയത് 12 മൃതദേഹം. ചാലിയാറിൽ നിന്ന് ഇതുവരെ കണ്ടെത്തിയത് 201 മൃതദേഹങ്ങൾ. 198 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത്. അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വയനാട്ടിൽ പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടൗൺഷിപ്പ് നിർമ്മിക്കുക ലക്ഷ്യം. ദുരന്ത കാരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം. ദുരന്ത സാധ്യത മുൻകൂട്ടി അറിയാൻ കേരളത്തെ പ്രാപ്തമാക്കുമെന്നും മുഖ്യമന്ത്രി. വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ബദൽ സംവിധാനം ഒരുക്കും. രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പുറത്തുനിന്ന് ഭക്ഷണം നൽകേണ്ട ഏകീകൃത സംവിധാനം നിലവിലുണ്ടെന്നും മന്ത്രി. CMDRF കൈകാര്യം ചെയ്യാൻ ധനസെക്രട്ടറിയുടെ കീഴിൽ പ്രത്യേക ഉദ്യോഗസ്ഥൻ. QR കോഡ് സംവിധാനം പിൻവലിക്കും. UPI വഴി പണം സംഭാവന നൽകാം. ഹെൽപ്പ് ഫോർ വയനാട് സെൽ രൂപീകരിക്കാനും തീരുമാനം. സംഭാവന ചെയ്യുന്നതിനായി donation.cmdrf.kerala.gov എന്ന പോർട്ടലിൽ ദുരിതാശ്വാസ നിധിയിലുള്ള വിവിധ ബാങ്കുകളുടെ എല്ലാ അക്കൗണ്ട് നമ്പറുകളും നൽകിയിട്ടുണ്ട്. QR കോഡ് സംവിധാനം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓൺലൈൻ ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI എന്നിവ വഴിയോ അക്കൗണ്ട് നമ്പർ വഴിയോ നേരിട്ടോ സംഭാവന നൽകാം. ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 1 മാസത്തെ ശമ്പളം സംഭാവന ചെയ്ത് CPIM MP മാർ. 1 കോടി രൂപ നൽകി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. CMDRFിലേക്ക് സംഭാവനകൾ നൽകണമെന്നാവശ്യപ്പെട്ട് സിനിമാ താരങ്ങളും. വയനാടിനായി കൈത്താങ്ങ്. ദുരിതബാധിതർക്കായി രാഹുൽ ഗാന്ധി 100 വീടുകൾ നിർമ്മിച്ചു നൽകും. വാഗ്ദാനം ലഭിച്ചെന്ന് മുഖ്യമന്ത്രി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും 100 വീട് നൽകും. 150 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് നാഷണൽ സർവീസ് സ്കീം. ശോഭ റിയൽറ്റി ഗ്രൂപ്പ് 50 വീടുകൾ നൽകും.
CMDRFിലേക്ക് സംഭാവന നൽകരുത് എന്ന കെ സുധാകരന്റെ നിലപാടിൽ വിമർശനം. എന്തെങ്കിലും ചെറിയ ശബ്ദങ്ങൾ വരുന്നെങ്കിൽ ശ്രദ്ധിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി. സുധാകരന്റെ നിലപാട് കോൺഗ്രസ് പരിശോധിക്കണമെന്ന് CPM നേതാവ് ബൃന്ദ കാരാട്ട്. അമിത്ഷായെ പോലെ സുധാകരൻ കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും വിമർശനം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ്. CMDRFിനെതിരെ കോൺഗ്രസ് നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തുന്നില്ല. കണക്കുകളിൽ വ്യക്തത വരുത്തിയാൽ പ്രശ്നം മാറുമെന്നും VD സതീശൻ. വയനാടിനൊപ്പം നോവായി കോഴിക്കോട്ടെ വിലങ്ങാടും. ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത് 15 വീടുകൾ. 40-ലധികം വീടുകൾക്ക് നാശനഷ്ടം. 50 ഏക്കർ ഭൂമിയിലെ കാർഷിക വിളകളും പാടെ നശിച്ചു. 185 കുടുംബങ്ങളിലെ 900-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. പശ്ചിമഘട്ടത്തിൽ കേന്ദ്ര ഇടപെടൽ. 56,825 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ദുർബല മേഖലയാക്കാൻ ആലോചന. കേരളത്തിൽ 9,993 ചതുരശ്ര കിലോമീറ്ററും പരിസ്ഥിതി ദുർബല മേഖലയാക്കും. വയനാട് ജില്ലയിലെ 13 വില്ലേജുകൾ പരിധിയിൽ. ജൂലൈ 31 കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്രം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ മുന്നറിയിപ്പ്. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മുന്നറിയിപ്പില്ല. തീരത്തും ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. കർണാടകയിലെ ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം. സർക്കാർ അറിയിച്ച 4 ദിവസം ഇന്നലെ കഴിഞ്ഞു. ഇന്ന് തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷയെന്നും കുടുംബം. ഒഫീഷ്യലായിട്ട് നമുക്കൊരു റിപ്പോർട്ടൊന്നുമില്ല. പക്ഷേ ഈശ്വർ മൽപ്പയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അമാവാസി നാളെ, അതായത് ഇന്ന് നാളെ മറ്റന്നാൾ ആ രീതിയിൽ വേലിയിറക്കം വരുമ്പോൾ ഇറങ്ങാൻ സന്നദ്ധത തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാവുമെന്ന് കരുതുന്നില്ല. കാരണം അവിടെ നിന്ന് ഒരു അപ്രൂവൽ കൊടുക്കാതെ അയാൾക്ക് ഇറങ്ങാൻ പറ്റുമെന്നുള്ള സാഹചര്യം ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്കായി കർക്കിടക വാവ് ദിനത്തിൽ പ്രത്യേക പ്രാർത്ഥന. മരിച്ചവർക്കായി ചെറുതുരുത്തി നിളാതീരത്ത് ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ. സ്മരാമി ആ പവിത്രോവാ സർവാവസ്ഥാം ഗതോപിവ യസ്മരേത് പുണ്ടരീകാശം. പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മനു ഭാക്കറിന് 3ാം മെഡലില്ല. 25 മീറ്റർ പിസ്റ്റളിൽ ഫൈനലിൽ 4ാം സ്ഥാനത്ത്. അമ്പെയ്ത്തിൽ ദീപിക കുമാരിയും ഭജൻ കൗറും പുറത്ത്. ബാഡ്മിന്റണിൽ ലക്ഷ്യ സെന്നിന് നാളെ സെമി പോരാട്ടം.